ഹേയ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞായറാഴ്ചയായിട്ട് വീട്ടിലോട്ട് പോയ ദിവസത്തെ വീഡിയോ ആണിത് കേട്ടോ. ഇശാങ്കുട്ടൻ അമ്മയുടെ എന്തൊക്കെയോ വകുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ചക്ക ഉണ്ടായിരുന്നു ഞങ്ങൾ ഇന്നപ്പോൾ പഴുത്ത ചക്ക. അപ്പോൾ അത് വെച്ച് അപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വയനയില പിച്ചിട്ട് വരുന്ന വഴിയാണ് കേട്ടോ. ആ വരുന്ന വഴി അവൻ എന്തൊക്കെയോ ഡിമാൻഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മയോട്. നല്ല പഴുത്ത ചക്കയായിരുന്നു. ഈ വർഷം ആദ്യമായിട്ടാണ് പഴുത്തക്ക ഞാൻ കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ വെല്ലിച്ചൻ്റെ വീട്ടിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ നമ്മുടെ കുഞ്ഞുവാവ ഉറങ്ങുമായിരുന്നു കേട്ടോ. പിന്നെ അവൻ എഴുന്നേറ്റ് വന്നപ്പോൾ ഞങ്ങളെ കണ്ട അത്ഭുതത്തോടെ നോക്കുകയാണ്. അവനെ കണ്ട അത്ഭുതത്തിൽ ഇശാങ്കുട്ടന് കാര്യം ചെന്നുടനെ അതിൻ്റെ വലിയ മാമി പറഞ്ഞു, കുഞ്ഞു മാമി ചെറിയ മാമി എന്തോ ഇവൻ വിളിക്കുന്നത്, കുഞ്ഞു മാമിയും വാവയും കൂടെ വീട്ടിൽ പോയേക്കുവാണെന്ന്, മാമിയുടെ വീട്ടിൽ പോയേക്കുവാണെന്ന്. പക്ഷേ അവൻ പ്രതീക്ഷിക്കാതെ കുഞ്ഞുവാവ് മേളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ സന്തോഷമായിരുന്നു. പിന്നെ നമ്മുടെ വിയോരം ചുണ്ടൻ്റെ എന്തൊക്കെയോ ബിരിയാണി ചലഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ബിരിയാണി ഉണ്ടായിരുന്നു. ഇതൊന്നും അമ്മ അറിഞ്ഞില്ല. അമ്മ അറിയാതെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ബിരിയാണി എത്തിയത്. പക്ഷേ ഞാൻ ചോറാണ് കഴിച്ചത് കേട്ടോ. ഇശാങ്കുട്ടനും പിന്നെ ഇങ്ങോട്ടും ഒരു ബിരിയാണി ഇങ്ങ് കൊണ്ടുവന്നു ഞാൻ. അത് കഴിഞ്ഞപ്പോൾ അമ്മ ചക്കയുടെയൊക്കെ ഉണ്ടാക്കി. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. റവയൊക്കെ ഇട്ട് ചക്കയുടെ ഉണ്ടാക്കി. ഇതിനകത്ത് റവയുണ്ട്, അരിപ്പൊടിയുണ്ട്, ഗോതമ്പ് പൊടിയുണ്ട്, ശർക്കര, തേങ്ങ, ഇതെല്ലാം കൂടെ വെച്ചാണ് അമ്മ ചക്കയുടെ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു പഴുത്തയൊക്കെ എനിക്ക് തന്നും വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് അടിപൊളി ടേസ്റ്റ്. ഞാനങ്ങനെ ചക്കയുടെ ഒന്നും കഴിക്കുന്നില്ല കേട്ടോ. പക്ഷേ റവയൊക്കെ ഇട്ടുണ്ടാക്കിയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ഇങ്ങനത്തെ ഫുഡുകളൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങി. പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങളായിരിക്കും ഇതൊക്കെ അല്ലേ. പിന്നെ അമ്മ അവനും ഒരു സ്പെഷ്യലായിട്ടുണ്ടാക്കി, ഞങ്ങൾക്കും ഉണ്ടാക്കി. പിന്നെ 4 മണിക്ക് കട്ടൻ ചായയും എന്തായിരുന്നു ചക്കയുടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല വയറ്റുഭാഗ്യമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ചെന്നപ്പോൾ ബിരിയാണി ഉണ്ടായിരുന്നു, ചക്കയുടെ, ബീഫ് എന്ന് വേണ്ട സകല. അമ്മ ചക്കയുടെ പുഴുങ്ങാൻ വെക്കുന്ന സമയം കൊണ്ട് ചോറ് കഴിച്ച് ഞാനും ഇശാനും ഉറങ്ങാൻ കിടന്നു കേട്ടോ. നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്ക് വെളിയിൽ നല്ല മഴയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. മഴ തോരുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ച്. പക്ഷേ കുറേ നേരത്തേക്ക് മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം.